ഒരു 2-3 കൊല്ലം മുമ്പ് ഞാനും ഏതോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റാപ്പ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഇപ്പം ഓക്കെ നമ്മളിപ്പം പുതിയൊരു അപ്പൊ സൈക്രലിക് പ്രാഞ്ചി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുരുമുളക് കഴിഞ്ഞ് അടുത്തിറങ്ങാനുള്ള പാട്ട് അതാണ്. അതിൽ കുറച്ചും കൂടി ഒരു ആക്ട് ആണ്, മോർ ദാൻ എ സോങ്, ഇറ്റ്സ് മോർ ഓഫ് എ തിയേട്രിക്സ്. അപ്പൊ അതിൽ കുറച്ചൊരു ആ ഒരു ആളും തരവും നോക്കി നല്ല വല വിരിച്ചിടും അങ്ങനെയൊക്കെ ഒരു വേറൊരു സ്റ്റൈലില് റാപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കൈൻഡ് ഓഫ് എ സ്പോക്കൺ രീതിയിൽ ഒരു സാധനമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി അത് ലൈവിൽ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്. നമ്മൾ ഫ്രം ദ വെരി ഫസ്റ്റ് ഷോ വി പ്ലേഡ്. ഇപ്പോൾ പാട്ട് നമ്മൾ 2 വർഷത്തിന് മേലെ ആയി, കൊറോണ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പാട്ട് അടിക്കാൻ തുടങ്ങിയത്. അടിക്കുന്നതോടെ മുതൽ എല്ലാ ഷോയിലും അത് ഫസ്റ്റ് ടൈം അടിക്കുമ്പോൾ തന്നെ അത് ആൾക്കാർക്ക് കണക്ട് ആവുന്നുണ്ട്. യു സ്റ്റാർട്ട് ഓഫ് ഓൾ യുവർ സോങ്സ് ഇൻ ഷോസ് അല്ലേ? ആദ്യം ഷോസിലാണ് ലോഞ്ച് ചെയ്യാറ്. എല്ലാം ഇല്ല. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പം ലൂപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങി, പിന്നെ റെയിൻ സോങ് എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങി, മാസ്ക് എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങി. ഇത് മൂന്നും ആക്ച്വലി നമ്മൾ ലൈവിൽ പെർഫോം ചെയ്യുന്നില്ല, ബട്ട് വി പ്ലേ ബിഫോർ വി സ്റ്റാർട്ട് അവർ ഷോ. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ക്യാൻ ഗെറ്റ് യൂസ് ടു അവർ സോങ് ആൻഡ് ദെൻ നമ്മുടെ ഷോ വരുന്ന പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ 3 പാട്ടുകൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ സൈക്കിളിൽ പ്രാഞ്ചി നമ്മൾ ലൈവ് അങ്ങനെ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ പഴയ ബാൻഡ് ലൈനപ്പിന്റെ കൂടെ ആയിരുന്നുണ്ട്. അപ്പം ആ പാട്ട് നമ്മൾ കമ്പോസ് ചെയ്തപ്പോഴേ നമ്മൾ ജാം റൂമിൽ നിന്നാണ് ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ ചില പാട്ടുകൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇരുന്ന് കമ്പോസ് ചെയ്യും, എന്നിട്ട് അതിനെ നമ്മൾ ലൈവിലേക്ക് മാറ്റും. ഇത് ലൈവിൽ തന്നെ കമ്പോസ് ചെയ്തുകൊണ്ട് ഇറ്റ് വാസ് നൈസ്. ലൈക്ക് നമ്മൾ ഓരോ ഷോ ചെയ്യുമ്പോൾ ചെറിയ ട്വീക്കിങ് ചെയ്യുന്നു. ഇപ്പം ലൈനപ്പ് തന്നെ കംപ്ലീറ്റ്ലി മാറി. അപ്പം അത് വേറെ രീതിയിൽ നമ്മൾ അത് പിന്നെയും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു.